അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടർ ആക്കും. 2, നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. ഞാനതാ പറഞ്ഞ, ഭാവിയിലേക്ക് നോക്കിയാ കർത്താവ് പറയുന്നത്. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക ഉണ്ട് എന്നല്ല, വരുന്നു. ഭാവി കാലഘട്ടത്തിലേക്ക് നോക്കിയാ പറയുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്, മിക്കവാറും ഒട്ടുമിക്ക ആളുകളും തകർക്കപ്പെടുന്ന 2 കാര്യങ്ങളായത്. ഒന്ന്, പള്ളി ഭ്രഷ്ടരാക്കും. അയ്യോ കുടുംബക്കാര്, അയ്യോ നാട്ടുകാര്, അയ്യോ വീട്ടുകാര്, അയ്യോ എങ്ങനെയാ? കർത്താവ് കാലക്കൂട്ടി പറയുക, നിങ്ങളെ പള്ളി ഭ്രഷ്ടർ ആക്കും. 2, നിങ്ങളെ കൊല്ലുന്നവർ കൊല്ലും എന്നല്ല, കൊന്നിട്ട് അവർ ചിന്തിക്കുന്നത് ഞങ്ങളിങ്ങനെ കൊല്ലുന്നത് കൊണ്ട് ദൈവത്തിന് വഴിപാട് കഴിക്കുകയാണെന്ന്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് മനസ്സിലാക്കാനായിട്ട് വലിയ ബുദ്ധിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. യേശുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ യേശുവിനെ ഏറ്റുപറയുന്നവരെ പള്ളിഭ്രഷ്ടരാക്കണമെന്നുള്ള ഒരു അലിഖിത നിയമം യഹൂദന്മാരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഒരുവന്റെ സൗഖ്യത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരു സംഭവം നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ കർത്താവ് വീണ്ടും ശിഷ്യന്മാരോട് പറയുക, നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, പക്ഷെ നിങ്ങൾ ഇടറിപ്പോകരുത്, നിങ്ങൾ പേടിച്ചു പോകരുത്, നിങ്ങൾ തകർന്നു പോകരുത്, നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടരുത്.